ദേവാദി ദേവനുമേ. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ തങ്കു ബ്രദറും തോമസ് ബ്രദറും ശുശ്രൂഷിക്കുന്നു. 2015 യേശുവോടൊത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ, സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ 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 യേശുവേ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. ഇന്നും നമ്മൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കേൾക്കുവാൻ പോകുന്ന ദൈവവചനം ഞാൻ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞാലും മതിയാകത്തില്ല. നത്തിങ് വിൽ ഹാപ്പൻ കോൺട്രറി ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് പ്രകാരമേ നടക്കത്തുള്ളൂ. യേശു എൻ്റെ കർത്താവാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന മുഴുവൻ അനുഗ്രഹവും നിങ്ങളും നിങ്ങളുടെ തലമുറയും അനുഭവിച്ചേ മതിയാകത്തുള്ളൂ. സോ ദൈവവചനം എനിക്കുള്ളതാണ്. അത് കേൾവിക്കാർ മാത്രമല്ല, അതിനെ ജീവിതത്തിൽ അപ്ലൈയും കൂടെ ചെയ്യണം. കർത്താവ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. അപ്പോൾ തന്നെ ഡിസംബർ 31 മറക്കല്ല. ഒന്നിച്ച് 6 മണിയാകുമ്പം കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മൾ ഒന്നിച്ച് കുടുംബമായി കൂടാൻ പോവുക. നിങ്ങൾ എത്ര ദൂരത്തിൽ ആയിക്കോട്ടെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിൽ തന്നെ എത്രയോ പേർ ഇപ്പം ഫ്ലൈറ്റെല്ലാം ബുക്ക് ചെയ്ത് ദേ ആർ കമ്മിങ് ഓൾ ഓവർ ദ വേൾഡ്. ലെറ്റ് us കം ടുഗെദർ ആസ് എ ഫാമിലി. ഇതൊരു കുടുംബ സംഗമമാണ്. വർഷത്തിലൊന്ന് നമ്മൾ ഒന്നിച്ച് കൂടുന്നു. ഓരോ വർഷവും അവസാനിക്കുമ്പോൾ കർത്താവിനോട് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ പുതിയ ആരംഭം ക്രിസ്തു യേശുവിൽ. വാക്കിനാലും ക്രിയയാലും എന്ത് ചെയ്താലും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവീൻ എന്ന് പറഞ്ഞ പോലെ അമേസിങ് ഇയർ ഫോർ ബിലീവേഴ്സ്. So over to the episode in Jesus' name. Jesus said like this. യേശു ഇപ്രകാരം പറഞ്ഞു. John chapter 15. യോഹന്നാൻ 15-ാം അധ്യായം. Jesus said. യേശു ഇങ്ങനെ പറഞ്ഞു. That he who abides in me, I am the vine. Verse 5. അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുകയാ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. He will bear much fruit. അവൻ വളരെ ഫലം കായ്ക്കും. Oh, fruit. I'm not talking about only the spiritual but the natural also. ഞാൻ ആത്മീയ ഫലങ്ങളെ കുറിച്ച് മാത്രമല്ല, അത് ഭൗതിക ഫലങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. ഞാൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ പിതാവ് ദൈവം തന്നെയാണ് നമ്മുടെ പിതാവ്? ഹല്ലേലൂയ. യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അതും പറഞ്ഞത് ശരിയാണെന്ന് എത്ര പേർ സത്യത്തിൽ വിശ്വസിക്കുന്നു? Hallelujah. Hallelujah. Many a time we are happy and clappy when we hear the word. പലപ്പോഴും നമ്മൾ വചനം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നു, നമ്മൾ കൈയടിക്കുന്നു. But when we get out of this auditorium, we forget who we are, what we have heard. എന്നാൽ നാം ഈ ഓഡിറ്റോറിയം വിട്ട് വെളിയിൽ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ആരാണെന്നും നമ്മൾ എന്ത് കേട്ടെന്നും എന്ന് നമ്മൾ മറന്നു പോകുന്നു. We are lost in the world. നാം ഈ ലോകത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോയിരിക്കുക. My dear friend, the world cannot give you anything. പ്രിയ സ്നേഹിതാ, ഈ ലോകത്തിന് നിനക്ക് വേണ്ടി ഒന്നും തരുവാനില്ല. Because you are a member of the body of Jesus Christ. കാരണം നീ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആ സഭയുടെ അംഗമാ, അവിടുത്തെ അവയവമാ. Just like in this body there is not a single unwanted cell, the same way there is no member in heavenly feast who is unwanted in the body of Jesus Christ. ഈ ഒരു ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു കോശം പോലും വേണ്ടാത്തതായിട്ടില്ലല്ലോ, എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഈ സഭയിലെ ഒരു വ്യക്തി പോലും അപ്രധാനമായിട്ട് വേണ്ടാത്തതായിട്ടില്ല. നമ്മൾ പലപ്പോഴും കാലിലെ ചെറുവിരലിനെ മൈൻഡ് ചെയ്യാറില്ല. ചെറിയ വിരലല്ലേ, ആ ചെറുവിരലിൻ്റെ നഖത്തെ ഒട്ടും മൈൻഡ് ചെയ്യത്തില്ല. ഒരു കുഴിനഖം വരുമ്പോൾ മുഴുവൻ ശ്രദ്ധ അവിടെയാണ്.
ഞാൻ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കാം. ശരീരത്തിലെ ഒരു അവയം പോലും വേണ്ടാത്തത് ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഈ ശരീരത്തിൻ്റെ എല്ലാ അവയങ്ങളും തുല്യ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരത്തിൽ ഒരൊറ്റ ആൾ പോലും അധികപ്പറ്റല്ല, നിങ്ങൾ കൂടെ ചേരുന്നത് കർത്താവിൻ്റെ ശരീരം. You cannot dwell outside the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന് വെളിയിൽ നിനക്ക് ജീവിക്കുവാനേ കഴിയില്ല. There is no prosperity outside the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന് വെളിയിൽ ഒരു സമൃദ്ധിയും ഉണ്ടാവില്ല. Outside the body of Christ there is no peace. ഓ ക്രിസ്തുവിന്റെ ശരീരത്തിന് വെളിയിൽ സമാധാനമില്ല. Because you are a member of the body of Christ. കാരണം നീ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവമത്രേ. When you are in the body there is life, there is abundance, there is power, there is energy, there is abundance of everything. നീ ആ ശരീരത്തിലായിരിക്കുമ്പോൾ നിന്റെ മേൽ ജീവനുണ്ട്, ശക്തിയുണ്ട്, ഊർജ്ജമുണ്ട്, സകല സമൃദ്ധിയുമുണ്ട്. അതിന്റെ സമൃദ്ധിയുണ്ട്. Hallelujah. ഹല്ലേലൂയ. That is why Jesus said like this. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, Apart from dwelling inside of me you can do nothing. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. Many a time we are trying to do things without Jesus. പലപ്പോഴും യേശുവിനെ കൂടാതെ പല കാര്യങ്ങളും ചെയ്യുവാൻ നമ്മൾ That is why ശ്രമിക്കാറുണ്ട്. we are failing in life. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത്. My dear friend, the Holy Spirit is God himself. പ്രിയ സ്നേഹിത, പരിശുദ്ധാത്മാവ് ദൈവം തന്നെയാ. And he is a gift from God. അവൻ ദൈവത്തിൽ നിന്നുള്ള ദാനമത്രേ. He is walking with us. അവൻ നമ്മോട് ചേർന്ന് നടക്കുന്നു. Do you know why he is walking with us? എന്തിനു വേണ്ടി അവൻ നമ്മോട് കൂടെ നടക്കുന്നു So that എന്നറിയാമോ? he can show us what God has kept for us. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മെ ഒന്ന് കാട്ടിത്തരുവാൻ. But we don't have fellowship with the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കൂട്ടായ്മ നമുക്കില്ലല്ലോ. When we speak against anybody, he is grieved. നാം ആർക്കെങ്കിലും എതിരായി പറയുമ്പോൾ അവൻ ദുഃഖിക്കുന്നു. സഭയ്ക്കകത്തുള്ളവരെ മാത്രമല്ല, അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർ, നമുക്ക് വിരോധമായി പറയുന്നവർ അല്ല, എല്ലാവർ ആരുടെയും എതിരെയും പറയാൻ നമുക്ക് അനുവാദമില്ല. ഞാൻ പറയുന്നത് രക്ഷിക്കപ്പെടാത്തവർക്കെതിരെ പോലും പറയുന്നത് എൻ്റെ കർത്താവിന് ഇഷ്ടമില്ല. അതെനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ സ്ലൈറ്റസ്റ്റ് മൂവ് ഞാൻ കൊതിക്കുക. And I know it is happening. അത് നടക്കുകയാണെന്ന് എനിക്കറിയാം. Even today, ഇന്നും I tell you, even today, ഞാൻ പറയട്ടെ, ഇന്നും the fire of Holy Spirit is going to fall upon everyone who decides today, I am going to live in the body, in him, taking everything out of him. ഇന്നു മുതൽ ഞാൻ അവനിൽ വസിക്കും, അവൻ ആ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഒരു അവയവമായി ഞാൻ വസിക്കും എന്ന തീരുമാനമെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് വരികയാണ്. Without, just think the logical way. One cell going, ഈ വിരല് ഒന്ന് മാറി നിന്ന് പറയാം, ഞാനൊന്ന് കാണിക്കാം. നമ്മൾ ആ യുക്തിയിലൊന്ന് ചിന്തിച്ചു തന്നെ നോക്കിക്കേ. ഈ വിരല് മാറി നിന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതിനൊന്ന് ഇവിടുന്ന് വെട്ടിയത് ഇവിടുന്ന് മാറ്റി നിർത്തിയാൽ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജീവനില്ല, ചൈതന്യമില്ല. Hallelujah. Hallelujah. Many people ask like this. പലപ്പോഴും പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, Oh, I've come to faith but I'm not getting anything. ഞാൻ വിശ്വാസത്തിൽ വന്നു, പക്ഷേ എനിക്ക് ഒരു അനുഗ്രഹം കിട്ടുന്നില്ല. Are you abiding in the body of Christ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ടോ? Are you abiding in the body of Christ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരത്തിൽ വസിക്കുന്നുണ്ടോ? Are you doing the duty that you had to do as the body of Christ? ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവം എന്ന നിലയിൽ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ടോ? If you are doing, നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ, if you are doing, നീ അത് ചെയ്യുന്നുണ്ടെങ്കിൽ you will have a godly growth. നിനക്കൊരു ദൈവികമായ വളർച്ച ഉണ്ടാകും. Jesus said like this. യേശു ഇങ്ങനെ പറഞ്ഞു. Oh, glory to God. ദൈവത്തിന് മഹത്വം. യേശു ഇങ്ങനെ പറഞ്ഞത്, I am the vine, you are the branch. He who abides in me and I in him bears much fruit. And without me you can do nothing. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Verse 7, if you abide in me and my words abide in you, you will have whatever you desire. ഏഴാം വാക്യം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾ ശരീരത്തിന്റെ അകത്താണോ നിൽക്കുന്നത്? ഇച്ഛിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത്, ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായ abiding in Jesus Christ. ക്രിസ്തു യേശുവിൽ വസിക്കുക.
Abiding in him means taking life out of him. അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അവനിലെ ജീവൻ അവനിൽ നിന്ന് ഏറ്റെടുക്കുക. And that happens in prayer. അത് പ്രാർത്ഥനയിലാണ് സംഭവിക്കുന്നത്. I can tell you everyone, our prayer life minus prayer life, we can do nothing. എല്ലാവരോടും ഞാൻ പറയട്ടെ, പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. Prayer life is not a 5-minute prayer, thank you Jesus, but it is a fellowship which has developed out of a relationship with Christ Jesus. പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നിന്ന് യേശുവേ നന്ദി എന്ന് പറയുന്നതല്ല. അത് ക്രിസ്തു യേശുവിനോടുള്ള ഒരു കൂട്ടായ്മയാ, അവനോട് കൂടെയുള്ള ഒരു ജീവിതമാ, അവന്റെ ജീവൻ പ്രാപിച്ചുള്ള ജീവിതമാ. Living in the presence of God. ദൈവ സാന്നിധ്യത്തിലുള്ള വാസം. I want to tell you something. ഇന്ന് ഞാൻ ഒന്ന് നിങ്ങൾ പറയാം. In the Old Testament time, പഴയ നിയമകാലത്ത് the glory of God came into the temple. ദൈവ തേജസ് ആലയത്തിന്മേൽ വന്നു. 2 guys went and said, we will go in and see the glory. രണ്ടുപേര് പറഞ്ഞു, നമുക്ക് അകത്തേക്ക് പോയി നാം തേജസ് ഒന്ന് കാണാം. They fell down dead. അവർ അവിടെ വീണ് മരിച്ചു. Oh, in the Old Testament there was a king. പഴയ നിയമകാലത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. He said, അവർ പറഞ്ഞു, I am the king. ഞാൻ രാജാവത്രേ. I can go into the glory of God. ഞാൻ ദൈവത്തിന്റെ തേജസ്സിലേക്ക് പോകാൻ എനിക്ക് അധികാരമുണ്ട്. Oh, he went into the glory of താൻ ആ God. തേജസ്സിലേക്ക്, ദൈവ തേജസ്സിലേക്ക് പോയി. The rest of his life he lived as a leper. തന്റെ ജീവിതകാലം, ശേഷിച്ച കാലം മുഴുവൻ താൻ കുഷ്ഠരോഗിയായി ജീവിക്കേണ്ടതായി No വന്നു. one could approach the glory. ദൈവ തേജസ്സിനോട് ആർക്കും അടുത്തുകൂടാഞ്ഞു. But here comes Jesus. എന്നാൽ ഇതാ യേശു വരുന്നു. Here comes Jesus. ഇതാ യേശു വരുന്നു. In Hebrews 9:8 the Bible says, എബ്രായ ലേഖനം 9:8 വേദപുസ്തകം പറയുന്നു, when the tabernacle was there on the earth, nothing could happen. സമാഗമന കൂടാരം ഭൂമിയുടെ മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും സംഭവിക്കുമില്ലായിരുന്നു. But there was a new tabernacle that was coming. എന്നാൽ ഇതാ ഒരു പുതിയ സമാഗമന കൂടാരം വരുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, he made a new way അവൻ ഒരു പുതുവഴി തുറന്നു. through the casting of his body. അവൻ തന്റെ ദേഹം എന്ന തിരശീല ചിന്തിക്കൊണ്ട് ഒരു വഴി തുറന്നു. Through this way ഈ വഴിയിലൂടെയോ you can approach the throne of grace. നിങ്ങൾക്ക് കൃപാസിംഹാസനത്തിന് മുമ്പിൽ കടന്നു ചെല്ലാം. A new way. ഒരു പുതുവഴി. Hallelujah. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഡിസംബർ 31 എല്ലാവരും കോട്ടയത്ത് വരണം. 2015 യേശുവിനോട് ചേർന്ന് നമ്മൾ ഒന്നിച്ച് വരവേൽക്കാൻ പോവുക. ഈ വർഷം എനിക്കറിയാം സ്റ്റേഡിയം നിറഞ്ഞ് കവിയുന്നത് പോലെ ജനങ്ങൾ വരും. മാത്രമല്ല, ഇതുവരെ ഉണ്ടായിട്ടുള്ള അനുഭവമല്ല, വലിയ ദൈവ അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരിക്കും. കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ ഡിസംബർ 31 രാത്രിയിൽ നമുക്കൊന്നിച്ചായിരിക്കും. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക ഈ പുതുവത്സരം യേശുവോടൊപ്പം. Prayer life is the oxygen. പ്രാർത്ഥനാ ജീവിതമാ, അത് നമ്മുടെ പ്രാണവായു. One time a man of God said like this, a prayerless life is a useless life. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയില്ലാത്ത ജീവിതം പ്രയോജനമില്ലാത്ത ജീവിതം അത്രേ. The Bible says that praying always. വേദപുസ്തകം പറയുന്നു എപ്പോഴും പ്രാർത്ഥിപ്പീൻ. In Ephesians chapter 6 the Bible says in verse 10, finally brethren, be strong in the Lord in the power of his might. എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. Hallelujah. Hallelujah. The word is drawing life out of him so that we may live a conquering, more than conqueror life. ആ വചനത്തിന്റെ അർത്ഥം ഇതാണ്, അവനിൽ നിന്ന് ജീവനെ പിടിച്ചെടുക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ജയാളിയേക്കാൾ ജയാളിയായിട്ട് ജീവിക്കുവാൻ കഴിയും. And then the Bible says in verse 18, അതിനെ തുടർന്ന് 18-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം തുടർന്ന് പറയുക, praying always with all prayer and supplication in the spirit, being watchful to this end with all perseverance and supplication for all the saints. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും
സകല പ്രാർത്ഥനകളാലും means not only one prayer, not only praying for ourselves, praying for the nation, praying for the church, praying for the community, praying for everybody. അത് ഒരു പ്രാർത്ഥനയല്ല, നമുക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയല്ല, ദേശത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും. When you prayer does not become work when you are in love with Jesus Christ. നിങ്ങൾ ക്രിസ്തു യേശുവുമായിട്ടൊരു പ്രണയബന്ധത്തിലാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഒരു കർമ്മമായി മാറുകയില്ല. In the book of Colossians, കൊലോസ്യ ലേഖനത്തിൽ, again I want to come back where I said, ഞാൻ ഈ പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. no one could enter the presence of God. ആർക്കും ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലാൻ Anyone കഴിയില്ല. entering the presence of God would die. ദൈവ സാന്നിധ്യത്തിൽ പ്രവേശിക്കുന്നവനെല്ലാം മരിക്കും. The Bible says, വേദപുസ്തകം പറയുന്നു, here was Jesus ഇവിടെ അതാ യേശു, who taught us to pray അവൻ നമ്മെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. and made us a way to pray to the Father. ഓ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതിന് നമുക്കായി ഒരു വഴി അവൻ ഒരുക്കി. That is why Jesus said, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, as you abide in me, നിങ്ങൾ എന്നിൽ വസിക്കുന്നത് പോലെ, Father, as you abide in me, പിതാവേ നീ എന്നിൽ വസിക്കുന്നത് പോലെ, I am abiding in you. ഞാൻ നിന്നിലും വസിക്കുന്നത് പോലെ, I want them to abide in us. അവരും നമ്മിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now, prayer is that place which carries you into that holy presence. പ്രാർത്ഥന എന്നാൽ നമ്മെ ദിവ്യ സാന്നിധ്യത്തിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. Hebrews chapter 9 verse 8. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. Hallelujah. The Holy Spirit indicating this, that the way to the holiest of all was not yet made to manifest while the tabernacle was still standing. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല. വിശുദ്ധ മന്ദിരം, the Holy Spirit indicating, പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു, that the way to the holiest of all, അതിവിശുദ്ധമായ സ്ഥലത്തേക്കുള്ള വഴി, was not made to manifest while the first tabernacle was here on earth. ആദ്യത്തെ സമാഗമന കൂടാരം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ വഴി വെളിപ്പെടുത്തി കാണിച്ചില്ല. Hallelujah. Hallelujah. No one could go to the presence. ആർക്കും ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞില്ല. But here comes Jesus. എന്നാൽ ഇതാ ഇവിടെ യേശു വരുന്നു. He is going to prepare a new way. അവൻ നമുക്കായി ഒരു പുതുവഴി തുറക്കാൻ പോവുകയാണ്. The Bible says in verse 11, വേദപുസ്തകം 11-ാമത്തെ വാക്യം ഇങ്ങനെ but പറയുന്നു, Christ came as the high priest എന്നാൽ ക്രിസ്തു അവൻ മഹാപുരോഹിതനായിട്ട് വരികയാണ്. of the good things to come, the greater and more perfect tabernacle. ഓ ഏറ്റവും മഹത്വമേറിയതും തികവുമുള്ളതായ സമാഗമന കൂടാരമായി അത് വന്നു. Hallelujah. ഹല്ലേലൂയ. ആ സമാപന കൂടാരം അത് എന്റെ മുമ്പിൽ ഇരിക്കുന്നേ. അതാ വചനം പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരം, ദൈവത്തിന്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. He made this entrance into the presence by his death and resurrection. ഓ തന്റെ മരണ പുനരുത്ഥാനത്താൽ ഈ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള നമുക്ക് വേണ്ടിയുള്ള വഴി അവൻ തുറന്നു. Colossians chapter 2. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം In verse 14. 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. The two pivotal words in the Bible. വേദപുസ്തകത്തിൽ വളരെ നിർണായകമായ 2 വാക്കുകൾ. Colossians 2:14 and 15. കൊലോസ്യ ലേഖനം 2:14-15. He removed every obstacle for Ella- you and me to reach the Father throne of grace. പിതാവിന്റെ കൃപാസിംഹാസനത്തിലേക്ക് പ്രവേശിക്കേണ്ടതിന്, നിങ്ങൾക്കും എനിക്കും പ്രവേശിക്കേണ്ടതിന് അവൻ എല്ലാ തടസ്സങ്ങളെയും തടസ്സവാദങ്ങളെയും നീക്കിക്കളഞ്ഞു. Because we are spiritual beings, without spiritual food we are a big zero. നാം ആത്മീയ ജീവികളായതുകൊണ്ട് ആത്മഭക്ഷണമില്ലെങ്കിൽ നമ്മൾ വെറും പൂജ്യമായി പോകും. And that spirit is given to us when we abide in Christ Jesus. നാം ക്രിസ്തു യേശുവിൽ വസിക്കുമ്പോഴാണ് ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകപ്പെടുന്നത്. Hallelujah. ഹല്ലേലൂയ. What is the word saying? എന്താണ് വചനം പറയുന്നത്? The Bible says വേദപുസ്തകം പറയുന്നു, that he is removing the obstacle, അവൻ തടസ്സങ്ങളെ മാറ്റുന്നു. that you can now approach the throne of grace. ഇപ്പോൾ നമുക്ക് കൃപാസിംഹാസനത്തിന് മുമ്പിൽ പോകാൻ കഴിയുന്നു. Oh, he abolished in his flesh the enmity that was of the law and commandments. അവൻ തന്റെ ശരീരത്തിൽ
ചട്ടങ്ങളും നിയമങ്ങളുമായിട്ട് പ്രതികൂലമായി നിന്ന സകല പ്രാതികൂല്യങ്ങളെയും അവൻ ഇല്ലായ്മ ചെയ്തു. What is Jesus doing? എന്താണ് യേശു ചെയ്യുന്നത്? He is paving a way so that you and me have a continual fellowship with the Father in prayer. നിങ്ങൾക്കും എനിക്കും പിതാവായ ദൈവവുമായി പ്രാർത്ഥനയിലൂടെ ഒരു നിരന്തര കൂട്ടായ്മയ്ക്ക് വേണ്ടി അവൻ നമുക്കായി വഴിയൊരുക്കുകയത്രേ. Hallelujah. ഹല്ലേലൂയ. That is why the Bible says അതുകൊണ്ട് അത്രേ വേദപുസ്തകം പറയുന്നു in Colossians chapter 2 കൊലോസ്യ ലേഖനം 2-ാം അധ്യായം that you are rooted and built up in him and established in faith, that you be taught abounding in all thanksgiving. Verse 7. അതിന്റെ 7-ാമത്തെ വാക്യം, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. All this is doing, paving way to have a continual prayer life. ഇതെല്ലാം ഒരു നിരന്തര പ്രാർത്ഥനാ ജീവിതത്തിനുള്ള വഴിയൊരുക്കലാണ്. Dwelling in the Father's presence. പിതാവിന്റെ സാന്നിധ്യത്തിലുള്ള ജീവിതം. And that is why in verse 19 the Bible says, അതുകൊണ്ടാണ് അതിന്റെ 19-ാം വാക്യത്തിൽ വേദപുസ്തകം you പറയുന്നു. can read 18 also. 18-ാം വാക്യവും വായിക്കാം. Let no one cheat you. ആരും നിങ്ങളെ വഞ്ചിപ്പാൻ സമ്മതിക്കരുത്. Hallelujah. ഹല്ലേലൂയ. Cheating of what? എന്തിനെ ചതിക്കുക? There is a greater growth in every area of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു വർദ്ധിച്ച വർധനവുണ്ട്. And that is in the glory of God. അത് ദൈവ തേജസ്സിൽ അത്ര സംഭവിക്കുന്നത്. Hallelujah. Hallelujah. The Bible says, വേദപുസ്തകം പറയുന്നു, here the focus is changed. ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ആ ശ്രദ്ധ മാറിപ്പോകരുത്. Hallelujah. ഹല്ലേലൂയ. No, look the trick of the devil. പിശാചിന്റെ തന്ത്രമൊന്ന് നോക്ക്. Without God, he's trying to make you do things and showing you that he can give you the glory. നിങ്ങൾ ദൈവത്തെ കൂടാതെ കാര്യങ്ങൾ ചെയ്യുവാനും അങ്ങനെ ദൈവത്തിന്റെ തേജസ് ഇല്ലാതെ കാര്യങ്ങൾ നടത്തുവാനും അവൻ നിങ്ങളെ അങ്ങനെ വിശ്വസിപ്പിക്കുവാൻ നിങ്ങളെ ശ്രമിക്കുന്നു. Same he did with Jesus. ഇത് തന്നെ അവൻ യേശുവിന്റെ കാര്യത്തിലും ചെയ്തത്. He showed the glory of the earth and said, worship me. യേശുവിനെ അവൻ ലോകത്തിന്റെ മുഴുവൻ മഹത്വം കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുക. I will give you this. ഞാൻ ഇത് മുഴുവൻ നിനക്ക് തരാമെന്ന് Oh, പറഞ്ഞു. Jesus said, അപ്പോൾ യേശു എന്താ പറഞ്ഞത്? thou shalt worship only God the Father. പിതാവായ ദൈവത്തിനെ മാത്രമേ നമുക്ക് ആരാധിക്കുവാൻ പാടുള്ളൂ. Look, Jesus in verse 14 and 15 removing all the obstacles. 14-15 വാക്യങ്ങളിൽ പറയുക, സകല തടസ്സവാദങ്ങളും സകല പ്രതികൂലങ്ങളെയും അവൻ നീക്കിക്കളഞ്ഞു. Verse 18. 18-ാം വാക്യം Let പറയുന്നു, no one cheat you of your reward. ആരും നിങ്ങളുടെ പ്രതിഫലത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കുവാൻ ഇടയാക്കരുത്. What is the reward is what I am going to say. എന്താണ് ആ പ്രതിഫലം? അത് ഞാൻ പറയാൻ പോവുകയാണ്. The reward is a real reward. ആ പ്രതിഫലം അത് ശരിയായിട്ടുള്ള ഒരു സമ്മാനമാണ്. But what does the devil trick you into? എന്നാൽ എന്താണ് പിശാച് നിങ്ങളെ വിരുദോടെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്? Taking delight in false humility, worship of angels, intruding in things that he has not seen, vainly puffed up in the fleshy mind. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും. Fleshy mind is puffed up. ജഡമനസ്സ് അങ്ങോട്ട് വീർത്തു വരും. അവിടെ ഞാൻ ആരാന്നറിയോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ഞാനെ സഹായിക്കാൻ ഒരാളുണ്ട്, പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവുമായിട്ട് കൂട്ടായ്മ കൂടുന്തോറും പറയും, ഇനി ഞാനല്ല ക്രിസ്തു അത്രേ. ആമേൻ. ഞാൻ ആരാന്ന്? ഞാൻ ആരും അല്ലെന്ന്. And then the Bible says, അപ്പോൾ വേദപുസ്തകം what പറയുന്നു, is the reward? എന്താകുന്നു പ്രതിഫലം? Holding on to the head. തലയെ മുറുകെ പിടിക്കുക. Oh, holding on to Jesus. ഓ യേശുവിനെ മുറുകെ പിടിക്കുക. പിടിച്ചാലുള്ള ഗുണം, Amen. from which all the body is nourished, knit together, joined with ligaments and grows and increase, that is from God. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ആമേൻ. ദൈവികമായ വളർച്ച എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഹൃദയത്തിൽ ഒരിക്കലും നിരൂപിക്കാത്തത് അതവന്റെ സാന്നിധ്യത്തില്, ആ സാന്നിധ്യത്തിലുള്ള പ്രവേശനമാ യേശു ക്രിസ്തു നമുക്ക് തന്നത്. യേശു അത്ഭുതവാനാണ്. യേശുവിൻ്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്ന, ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് വണ്ടർഫുൾ എന്നാണ്. ഫുൾ ഓഫ് വണ്ടേഴ്സ്, ഫുൾ ഓഫ് സർപ്രൈസസ്.
പലപ്പോഴും നമ്മൾ നടക്കത്തില്ല എന്ന് വിചാരിച്ച് ഇട്ടേച്ച് വരുമ്പോൾ കർത്താവ് നടത്തി തരും. അതതിൻ്റെ യേശു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നതായി സ്തോത്രം. നന്മകളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഭാരമുണ്ടാക്കുന്ന ഏത് വിഷയവും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ, അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ. ഈ കടബാധ്യത സാമ്പത്തികമായി വളരെ ഭാരത്തോടെ ഇരുന്ന് ആരോ കാണുന്നുണ്ട്. അവർക്ക് വാസ്തവത്തിൽ ഈ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ഒരു ശാപം പോലെയാണെന്ന് പറയുന്ന പോലെ വെളിയിലിറങ്ങാൻ മേലാതെ ഭീഷണികളുടെ മധ്യത്തിൽ ആരും എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. ഇത് മാറിയേ പറ്റത്തുള്ളൂ. ഈ ദിവസം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മതി എന്ന് പറയുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് അത്ഭുത വിടുതൽ ഇപ്പോൾ നൽകണം. അത്ഭുത വഴി തുറക്കപ്പെടട്ടെ. ഭീഷണിയുടെ മധ്യത്തിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് എങ്ങനെയാണോ ചെങ്കടലിനെ പിളർന്ന് ഉണങ്ങിയ പാതയിലൂടെ നടത്തിയത്, ഈ വിഷയം ഇപ്പോൾ തന്നെ അത്ഭുത വിടുതലാകട്ടെ. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദയക്കായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നട്ടലിൻ്റെ അകത്ത് നട്ടലിൽ ഏകദേശം നടുഭാഗത്തായിട്ട് നട്ടലിൻ്റെ ട്യൂമർ, ചെറിയൊരു ട്യൂമറസ് ഗ്രോത്ത് കാരണം വലിയ വേദനയോടെ ആരും എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് അപ്രത്യക്ഷമാകട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ദിവസം വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറന്നു പോകരുത്, ഡിസംബർ 31 നിങ്ങളുടെ മനസ്സിൻ്റെ ഡയറിക്കകത്ത് കുറിക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, ഈ വർഷം നമുക്ക് ഒന്നിച്ച് യേശുവിനോട് കൂടെ ഒത്തിരി പാട്ട്, ഒത്തിരി സ്കിറ്റ്സ്, മഹാസന്തോഷം ക്രിസ്തു യേശുവിൽ. ഡിസംബർ 31 ലെറ്റ്സ് ബി ടുഗദർ ഇൻ നെഹ്റു സ്റ്റേഡിയം, കോട്ടയം. രാജാതിരാജനും കർത്താതി കർത്താനും ദേവാതി ദേവനുമേ. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. 2015 യേശുവോടൊത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഞാൻ വാഴ്ത്തിയിടുന്നേ, സന്തോഷം തന്ന